ചാനൽ പൊന്നപ്പന്നസ്. ഈ വേഷം ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ഞാൻ ഈ ട്രൗസർ ഇടുമ്പോൾ എല്ലാവരും പറയും നീ മീൻ പിടിക്കാൻ പോവുകയാണോ, നീ മീൻ പിടിക്കാൻ പോവുകയാണോ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇടാറേ ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെന്താ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടതെന്ന്. ഇത് ഞാൻ വയലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഈ ട്രൗസർ ഇട്ടത്. നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം? ഞാൻ കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് വല, പിന്നെ മീനിനെ കുറേ കിട്ടുമല്ലോ, അപ്പോൾ ഒരു കുപ്പി എടുക്കണ്ടേ. കുപ്പിയോ എന്തെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു കുപ്പിയാണ് എടുത്തത്, അതിൻ്റെ അകത്തേക്ക് കുറേ ഇടും. അപ്പോൾ നമുക്ക് വീടേക്ക് വാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഈ വലയും കുപ്പിയൊക്കെ എവിടെയെന്ന്. അതൊക്കെ ഞാൻ എൻ്റെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ വലയൊന്നും കാണണ്ട, മീൻ പിടിക്കുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ ബാ. മീനിനെ കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ കോടംപുളി ഇട്ട് തിന്നണം, അല്ലെങ്കിൽ വറുത്ത് പൊരിച്ചെങ്കിലും തിന്നണം. അതാണ് മീനിനെ കിട്ടുമ്പോഴുള്ള ഉദ്ദേശം. ഞാൻ മീനെ കിട്ടുന്നുള്ള ഒരു സ്ഥലത്തോട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ആയുധങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ എൻ്റെ വല. ഇതിൽ മീനിനെ കിട്ടിയില്ലെങ്കിൽ വേറെ കുറച്ചും കൂടെ സെറ്റപ്പ് ഉള്ളൊരു വല എടുക്കാം. ഇതാണ് സെറ്റപ്പുള്ള വല. പിന്നെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് എൻ്റെ വലയാണെങ്കിലും എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ ഇതിൻ്റെ അകത്ത് ചായയൊക്കെ ഒഴിച്ച് അരിക്കലുണ്ട്. ഇപ്പോൾ നമ്മൾ മീനിനെ പിടിക്കാൻ പോവുകയാണ്. മീൻ എവിടെ കിട്ടുമോ നോക്കണമല്ലോ. മീനെ വരുക. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ മീനില്ല കണ്ടിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ദൂരേക്ക് പോകണം തോന്നറിയില്ല. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നോക്കാം. ഇവിടെ പറ്റില്ല, ഇവിടെ നോക്കാം. അപ്പോൾ ഈ മീനുകളൊക്കെ ഒരു വക്കത്ത് വന്നിട്ടാണ് നിൽക്കുക. എനിക്ക് പിടിക്കണമല്ലോ. അപ്പം എങ്ങനെ പിടിക്കാം ഞാൻ? മീനുകളെ വരുക, മീനുകളെ തന്നെ കണ്ടിട്ടല്ലോ. ഇതെവിടുന്നോ അവിടെയൊക്കെ പറ്റി? ഓ പട്ടികളുടെ വീടാണത്. ഇവിടെ നിന്നും വെള്ളമല്ലേ, വൃത്തികെട്ട വെള്ളമാണത്. നിങ്ങൾക്ക് തവള മുട്ടേനെ കാണണോ? ഇതാണ് തവള മുട്ട. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ ഫ്രണ്ട്സ്? ഇവിടെ ഒരു മീനെ കാണുന്നില്ല ഫ്രണ്ട്സ്. മീനിനെ കണ്ടു ഞാൻ. അമ്മ കുപ്പിയിൽ വെള്ളം നിറക്കത്തിരി പെട്ടെന്ന് ഇടുന്നല്ലോ. ഒരു തവള മുട്ട. അതാ ഇഷ്ടംപോലെ തവളകൾ അവിടെ. വെള്ളം നിറക്കമ്മ. നിറച്ചോ? അതിൻ്റെ അകത്ത് വെള്ളം നിറക്കേ. ഇട്ടു, അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടു. ഇതാ ഇത് തവളമുട്ട. ഇതാ പോകുന്നവർക്ക് ഇതമ്മ ഓടിപ്പോല്ലേ. എൻ്റെ ക്ഷമ നശിപ്പിക്കാനുള്ളവർ. ഒരേ ഒരു മീൻ ഇതുവരെ കിട്ടുന്നു. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് തവള മുട്ടയാണ്. ഇതാണ് തവള പൊട്ട്. ഇതാ നിങ്ങൾ കണ്ടോ ഒരു കറുത്ത സാധനം. ഇതാ നിൽക്കോ, ഓടിപ്പോന്നുണ്ടോ? ഈ തവള മുട്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അത് വലിയ തവളയായി മാറും കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ. നമുക്ക് ഈ തവളപ്പൊട്ടിനടുത്ത് കുപ്പിയിട്ട് നമുക്ക് നിരീക്ഷിക്കാം. അപ്പോൾ ഇതെങ്ങനെ തവളയായി മാറുന്നത് നമുക്ക് അപ്പം കാണാം. അപ്പോൾ കുപ്പി കൊണ്ടുവാ. കുപ്പിയിൽ ആദ്യം വെള്ളം ഇച്ചിരി വേണമല്ലോ. അപ്പം നമ്മൾ അപ്പോൾ ഒരു തവളപ്പൊട്ടിനാണ്
ഇച്ചിരി വെള്ളം കാണുമ്പോ തവളാപ്പൊട്ട് ഈ മീനെ തിന്നോ? ഇല്ലല്ലോ, പൊട്ട് മീനിനെ തിന്നില്ലായിരിക്കും. വയലില് കണ്ടതാണേ ഈ ടോമീനെ. അയ്യോ അയ്യോ അവിടെ വീണമ്മ. നീ എന്നെ കടിക്കൂ? ഈ ചെറിയ കുട്ടിയെ പറഞ്ഞിട്ട് എന്നെ കടിക്കൂ? പോ, എന്നെ വിട്ട് പോ, എനിക്ക് നിന്നെ ആവശ്യമില്ല. ഇതിനെ കുളിപ്പിക്കാറില്ല. ഫ്രണ്ട്സ്, ഇവിടെ കുറെ മീനെ കാണുന്നുണ്ട് എനിക്ക്. അമ്മ, ഏതോ സൈസ് മീൻ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ പോയി. ആ, മീനെ കണ്ടു. ഒഴുക്കാറുണ്ട്. പോകും അമ്മ. എങ്ങനെ പിടിക്കുക? കിട്ടി കിട്ടി ഫ്രണ്ട്സ്, എനിക്കൊരു മീനിനെ കിട്ടി. അപ്പൊ അതിനെ ഞാൻ കുപ്പിയിലേക്ക് നേരെ ഇടാൻ പോവാണ്. കുപ്പിയുടെ അർജന്റായിട്ട് കുപ്പി വേണം, എനിക്ക് ആവശ്യം ഉണ്ട്. അപ്പൊ ആ മീനെ നമ്മൾ ഇട്ടിരിക്കുന്നു. അത് തവളാമൊട്ട്. വളരെ ഇരിക്കുന്നൊരു ഫോട്ടോ എടുക്കാം. നോക്കമ്മ. ഭയങ്കര ഒഴുക്കുള്ള വെള്ളമാണ്, അതുകൊണ്ട് എനിക്ക് മീനൊന്നും കിട്ടുന്നില്ല. ഞാൻ കുറേ നേരം ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ 5 എണ്ണത്തിന് കിട്ടിയുള്ളൂ. വേറെ സ്ഥലം. ഇത് പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലാണെന്നാ തോന്നുന്നത്. നട്ട് വളർത്തിയതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ എത്തി. നിറയെ മീനാ ഫ്രണ്ട്സ്. ഇവിടെയൊക്കെ മീനാ, നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് കുറേ മീനെ കിട്ടി. ഇതാ ഞങ്ങളുടെ മീൻ. എനിക്ക് കിട്ടിയ മീനുകളുമായിട്ട് ഞാൻ പോവാണ്. കുറേ എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്. എനിക്ക് അനിയനോ അനിയത്തിയോ ഉണ്ടാവുമ്പോൾ അവരേത് കളറിലാണ് ഉണ്ടാവുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കി ടെസ്റ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ അകത്ത് ഞാൻ ഏത് ഇതിലാണോ തുറന്നത്, അത് ഏത് കളറാണോ അങ്ങനത്തെ കളറായിരിക്കും അവർക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പോവാണേ. എടുത്തേ. ഇതണ്ട, ഇതാ നമുക്ക് പൊളിച്ച് നോക്കാം. വെളുത്തത്. അപ്പൊ വെളുത്ത കുട്ടി ഉണ്ടാകും. യെസ് യെസ്, വിക്ടറി. എനിക്ക് ഇവിടെ കുറേ മീനുകളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഈ പിടിച്ച മീനിനെ ഇടാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ മീനിനെ എനിക്ക് വറുത്തൊക്കെ തിന്നണമെന്ന്. പക്ഷേ ഞങ്ങൾ പിടിച്ച മീനെ നിങ്ങൾ കണ്ടില്ലേ എത്ര ചെറുതാന്ന്. അതുകൊണ്ട് വറുത്ത് തിന്നാൻ പറ്റിയില്ല. ആ സങ്കടം ഉണ്ട്. എടുത്തേ. ഒക്കെ ഇട്ടു. ഉണ്ടാ ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കല്ലേ, മറക്കോ?